അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ സുമ്മൽ ഹംദുലില്ലാ, നമ്മളെല്ലാവരും കാത്തിരുന്ന പവിത്രതകളേറെയുള്ള വിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആകുന്ന 27ാം രാവിലേക്കാണ് നമ്മളിതാ കടന്നിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ ചൊവ്വാഴ്ച പകൽ 27ാമത്തെ നോമ്പായിരിക്കും. 27ാമത്തെ ദിനമാണ് വിശുദ്ധമായ റമദാനിന്റെ. ഇന്ന് 27ാം രാവാണ്. പല രാജ്യങ്ങളിലൊക്കെ, ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ പല സ്ഥലത്തും ഇന്നലെയായിരുന്നു 27ാം രാവ്. ഉസ്താദ്, അങ്ങനെയൊക്കെ വരുമോ? വർഷത്തിൽ 2 27ാം രാവ് വരുമോ? അങ്ങനെയൊക്കെ വരും, അത് സ്വാഭാവികമാണ്. അതൊക്കെ നമ്മൾ അതിന്റെ വിശദീകരണമൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ കാലത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഈ ഭൂഖണ്ഡങ്ങൾ മാറുന്നതിനനുസരിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനം അനുസരിച്ചൊക്കെ പല സ്ഥലത്തും രാത്രിയും പകലും ഒക്കെ മാറി വരുന്നതിനനുസരിച്ച് 27ാം രാവും 28ാം രാവും ചന്ദ്രൻ ഉദിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതൊക്കെ വ്യത്യസ്തമായിട്ട് വരും. നമുക്ക് ഇന്നാണ് 27ാം രാവ്. ഇനി നാളെ 27ാം രാവുള്ള ചില ലക്ഷദ്വീപിലെ ദ്വീപുകൾ പോലും ഉണ്ട് എന്ന് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. 27ാം രാവിലാണ് നമ്മളെല്ലാവരും അൽഹംദുലില്ലാ ഉള്ളത്. പവിത്രമായ ഈ 27ാം രാവ്, 27ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഒരു സ്ഥലത്തും ഉറപ്പിച്ചിട്ടില്ല. എന്ന് വെച്ച് ഇന്ന് ഇബാദത്ത് ചെയ്യണ്ട എന്നുമല്ല, മറിച്ച് ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് മഹാന്മാർ അവർ ഒന്നിച്ച് ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട് 27ാം രാവിന് ആയിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കാം. അപ്പൊ ആ ഒരു ശുഭ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അൽഹംദുലില്ലാ പരിശുദ്ധമായ 27ാം രാവിന്റെ സുന്ദരമായ സമയത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമുക്ക് ഇനി സമയം കളയാനില്ല. ഒരുപാട് ദിക്റുകൾ പറയാനുണ്ട്, സ്വലവാത്തുകൾ പറയാനുണ്ട്. നരകമോചനം ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാവാണ്. സ്വർഗപ്രവേശനം ആളുകൾക്ക് കൂടുതൽ കിട്ടുന്ന രാവാണ്. അള്ളാഹുവിന്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിച്ച് നല്ലവണ്ണം ദുആ ചെയ്യേണ്ട സുന്ദരമായ രാവാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്ർ ഔറാദുകളിലേക്ക് കടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം ഒട്ടും ചോരാതെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ രാവുകളിൽ നമ്മൾ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് സ്ഥലത്ത് വലിയ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ് മുഅ്മിനീങ്ങൾ കടന്നു പോകുന്നത്. നമുക്കറിയാമല്ലോ, ഈ യുദ്ധം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷെ ആ പ്രതിസന്ധി ഉണ്ടെങ്കിലും മുഅ്മിനീങ്ങളൊക്കെ 27ാം രാവിനും അതുപോലെ തന്നെ പകലിൽ നോമ്പ് പിടിക്കുന്നതിനൊന്നും അവർ യാതൊരു തടസ്സവുമില്ല. അവര് ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വിജയം. പിന്നെ നമുക്കറിയാം, നമ്മുടെ നാടുകളിൽ ഈ പാചകവാതകം, ഗ്യാസ് ഒന്നും കിട്ടാത്തൊരു സമയത്തിലൂടെയാണ് പോകുന്നത്. അല്ലാഹു തആല ഈ പ്രതിസന്ധികളെല്ലാം മാറ്റി നമുക്ക് എല്ലാവിധ ഖൈറും സമാധാനവും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലും നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തമായ ദുആകൾ, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ദുആകളിൽ എല്ലാ പ്രതിസന്ധിയും മാറി ഖൈറുണ്ടാവാൻ നിങ്ങൾ പ്രത്യേകമായി നിങ്ങളുടെ ദുആകളിൽ ഓർക്കണം. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഒരുമിച്ച് കൂടൽ, നമ്മുടെ ദുആ, നമ്മുടെ ദിക്ർ, നമ്മുടെ ഔറാദ് എല്ലാം അല്ലാഹു തആല കബൂലാക്കട്ടെ. 27ാം രാവിന്റെ പുണ്യം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ 27ാം രാവിന്റെ സ്പെഷ്യലായ ദിക്ർ ഔറാദുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. 27ാം രാവ് അടക്കമുള്ള ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന സുന്ദരമായ രാവുകളിൽ ഏറ്റവും കൂടുതലായി നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദിക്ർ, ആ ദിക്ർ പറഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുന്നത്. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മുടെ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞ് പൊറുപ്പിക്കലാണ്. നമ്മൾ ഒരുപാട് ഇസ്തിഗ്ഫാറൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നമ്മുടെ ദിക്റിന്റെ മജ്ലിസ് തുടങ്ങുന്നത് ലൈലത്തുൽ ഖദ്റിന്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ പുണ്യമായ രാവിൽ ഞങ്ങളൊക്കെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയാണ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നിപ്പോ നമ്മൾ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു, പിന്നെ ഇനി ഇശാ നമസ്കാരം, തറാവീഹ് നമസ്കാരം, അത് കഴിഞ്ഞ് പിന്നെ വിത്ർ നിസ്കാരം, പിന്നെ അത് കഴിഞ്ഞ് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ആയി കഴിഞ്ഞുകൂടുക. പിന്നെ ഖിയാമുൽ ലൈൽ, അതായത് രാത്രി നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം. ഖിയാമുൽ ലൈൽ ആ ഒരു നിയ്യത്തിൽ വെച്ചോ എങ്ങനെയാണെങ്കിലും നമുക്ക് നിസ്കരിക്കാം. പിന്നെ കുറച്ച് നേരം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കാരം, പിന്നെയോ ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന രാവാണ്. പ്രത്യേകിച്ച് തസ്ബീഹ് നമസ്കാരം, അൽഹംദുലില്ലാഹ് തസ്ബീഹ് നമസ്കാരം എങ്ങനെ നിസ്കരിക്കണമെന്ന് നമ്മൾ വീഡിയോയിൽ പ്രാക്ടിക്കലായി കാണിച്ചു തന്നുള്ള ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒന്ന് കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. തസ്ബീഹ് നിസ്കാരം എന്തായാലും നിസ്കാരമുള്ള എല്ലാ ഉമ്മമാരും ഇന്നത്തെ രാത്രി, ഇന്നത്തെ ഈ ഒരു സുന്ദരമായ സമയത്ത് തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചിരിക്കുക. വാപ്പമാർ പള്ളിയിൽ എന്താകും തസ്ബീഹ് നിസ്കാരം, ഉസ്താദുമാരൊക്കെ കൃത്യമായി അതിന്റെ രൂപം പറഞ്ഞു തരും. എന്നാലും നിങ്ങൾ മുടങ്ങാതെ ഇന്നും അതുപോലെ ഇനിയുള്ള രാവുകളിലുമൊക്കെ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ച് നമ്മൾ കഴിഞ്ഞുകൂടുക. തസ്ബീഹ് നിസ്കാരം നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ തൗബ, നമ്മൾ സ്വന്തമായിട്ടിരുന്ന്, കൂട്ടമായിട്ടൊക്കെ ദുആ ഉണ്ടാകും, അതിനേക്കാൾ ഉപരിയായി സ്വന്തമായിട്ടിരുന്ന് നല്ല രൂപത്തിൽ മനസ്സിൽ തട്ടി നമ്മളെ ഇസ്തിഗ്ഫാറൊക്കെ പറഞ്ഞിട്ട് സ്വന്തമായി നമ്മൾ
ദുആ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇനി നീട്ടി പറയുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്ന, നമ്മൾ കേൾക്കുന്ന, നമ്മൾ ചൊല്ലുന്ന എല്ലാ അദ്കാറുകളും, എല്ലാ തസ്ബീഹാത്തുകളും, എല്ലാ ഇസ്തിഗ്ഫാറുകളും അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോയുടെ അവസാനം നമുക്ക് തൗബയും കൂടി നമുക്ക് പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിലേക്ക് കടക്കണം. അല്ലാഹു തആല നമ്മുടെ തൗബയെ സ്വീകരിക്കുമാറാവട്ടെ. തൗബ എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ തെറ്റുകൾ, അബദ്ധങ്ങൾ അതെല്ലാം അല്ലാഹുവിലേക്ക് ഏറ്റു പറഞ്ഞിട്ട് നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞ് അല്ലാഹുവിലേക്ക് പൊറുക്കലിനെ തേടലാണ്. അത് മനസ്സറിഞ്ഞ് തേടല, വെറുതെ നാവ് കൊണ്ട് പറയലില്ല, മനസ്സിൽ തട്ടി പറയണം. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയും നമ്മൾ എൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സദസ്സ് അവസാനം വരെ കാണുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഈ പുണ്യമായ രാവിൽ, ഈ പുണ്യമായ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സ്വതക്കയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു നല്ലൊരു ഹദിയാണ്. നമ്മുടെ കുടുംബാദികൾ ആർക്കെങ്കിലും ഇത് കാണാനും കേൾക്കാനും അതുപോലെ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ടാവും. അവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക, ഒന്ന് അയച്ചു കൊടുക്കുക. അത് നിങ്ങൾ ഈ രാത്രി ചെയ്യുന്ന ഒരു സ്വതക്കയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ലൈലത്തുൽ ഖദറിന്റെ പുണ്യം അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതൽ ദിക്റുകളിലേക്ക്, തസ്ബീഹുകളിലേക്ക് കടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും നമ്മൾ ദ്വാരക്കും. അതുപോലൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ റമദാൻ തുടങ്ങിയ അന്നു മുതൽ തന്നെ ഓരോ വീഡിയോകൾക്ക് താഴെ അല്ലാഹുവേ ഒരുപാട് ആളുകൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങളാണ് പല വീഡിയോകളിലൊക്കെ ആയി ദുആ വസിയത്ത് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അല്ലാഹുവേ ആരെല്ലാം ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ കമന്റ് എഴുതുന്നുണ്ടോ, അല്ലാഹുവേ പടച്ച എല്ലാവരുടെയും മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് പിന്നെ റമദാനിന്റെ 27-ാം രാവിന്റെ സ്പെഷ്യലായ ദിക്റിലേക്ക് കടക്കാം. ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട രാവാണ്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, നമ്മൾ പറയുന്ന ദിക്ർ, ഔറാദ് എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് ആദ്യം ഒരു ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കി ദിക്റിലേക്ക് കടക്കാം. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. പരിശുദ്ധ റമളാനിന്റെ 1 മുതൽ 30 വരെ നമ്മൾ ഒരുപാട് ദിക്റുകൾ പറയാറുണ്ട് അല്ലേ? പ്രത്യേകിച്ച് 1-ാമത്തെ പത്തിൽ, 2-ാമത്തെ പത്തിൽ, 3-ാമത്തെ പത്തിൽ. ഇപ്പോൾ 3-ാമത്തെ പത്തിൽ പറയേണ്ട സ്പെഷ്യലായിട്ടുള്ള 2 ദുആകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ 2 ദുആ നമ്മൾ റമളാനിൻ്റെ ഏത് സമയത്തും പറയണം, ഏത് സമയത്തും നമുക്ക് പറയാം. പ്രത്യേകിച്ച് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ ഈ ദുആ കഴിഞ്ഞിട്ട് 3 വട്ടം വീതം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. പ്രത്യേകിച്ച് അവസാനത്തെ 10ന്റെ ഈ പുണ്യമായ രാവുകളിലും പകലുകളിലും ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ 2 ദുആകൾ നമ്മൾ പറയാൻ മറന്നു പോകരുത്. അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ പള്ളിയിൽ പിന്നെ എല്ലാവരും ഒന്നിച്ചങ്ങോട്ട് അതൊരു ആദത്തായി പതിവായി പറയുന്നത് കൊണ്ട് പുരുഷന്മാർ പറയും, പലപ്പോഴും ഉമ്മമാരത് മറന്നു പോവാറുണ്ട്. അത് മറക്കാൻ പാടില്ല. അപ്പോൾ ഈ 2 ദുആ മനസാന്നിധ്യത്തോടു കൂടി ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം പറയണം. അതോടൊപ്പം തന്നെ റമളാനിന്റെ 1 മുതൽ 30 വരെ എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട ഷഹാദത്ത്, ഇസ്തിഗ്ഫാർ, സ്വർഗ്ഗപ്രവേശനം, നരകമോചനം ചോദിക്കുന്ന ആ ദുആ നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതാണത്? പറഞ്ഞേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. പവിത്രതകളേറെ നിറഞ്ഞ റമളാൻ, ഈ റമളാനിൻ്റെ 3-ാമത്തെ 10, ഈ 3-ാമത്തെ 10
നമ്മൾ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് അള്ളാഹുവിനോട് ചോദിച്ച പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാമത്തേത് സ്വർഗപ്രവേശനം ചോദിക്കലാണ്, നരകമോചനം ചോദിക്കലാണ്. അതാണല്ലോ ഒരു മുഅ്മിനിന്റെ ഏറ്റവും അത്യന്തികമായ ലക്ഷ്യം, സ്വർഗത്തിൽ കടക്കുക, നരകമോചനം കിട്ടുക. ആ പുണ്യമായ ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അല്ലാഹു തആല ഈ ദുആഇന്റെ, ഈ ദിക്റിന്റെ, ഈ ഒരു തേട്ടത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു സ്വർഗപ്രവേശനം തരുകയും നരകത്തിൽ നിന്നുള്ള മോചനം തരുകയും ചെയ്യുമാറാവട്ടെ. എങ്ങനെയാണ് ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ അഅ്തിഖ്നി, നീ എനിക്ക് ഇത്ഖ് നൽകണം, മോചനം നൽകണം, മിനന്നാർ, നരകത്തിൽ നിന്നും. പിന്നെ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ, സ്വർഗത്തിലേക്ക് എന്നെ നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഒരു അടിമ ചോദിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ്, ഏറ്റവും നല്ല ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അത്? ഇൻഷാ അല്ലാഹ് അർത്ഥം മനസ്സിൽ കൊണ്ടുവന്ന് നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മൾ പറയുക. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. വിശുദ്ധ റമളാൻ ആകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നിർത്താതെ നബി തങ്ങൾ ചൊല്ലിയിരുന്ന ഒരു ദുആയാണ്, ഒരു ദിക്റാണ് അടുത്തതായി നമ്മൾ പറയുന്നത്. അല്ലാഹുവിലേക്ക് മാപ്പിനെ ചോദിക്കുക. എങ്ങനെയാത്? അല്ലാഹുവേ ഇന്നക, നിശ്ചയമായും നീ, അഫൂൻ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് ചെയ്യുന്നതിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതിനാൽ ഫഅഫു അന്നി, നീ എനിക്ക് മാപ്പ് നൽകണേ അല്ലാ എന്നാണ് ആ ദുആ. അപ്പം മാപ്പിനെ ചോദിച്ചിട്ടുള്ള ഒരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ?
ഈ അവസാനത്തെ ദിനരാത്രങ്ങളിൽ രാവിലും പകലിലുമൊക്കെയായി ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട, പ്രത്യേകമായി നമ്മൾ മനസാന്നിധ്യത്തോടെ പറയേണ്ട ഒരു ദുആയാണത്. അള്ളാഹുവിൻ്റെ മാപ്പിനെ നമ്മൾ പ്രതീക്ഷിക്കുക. അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി നമ്മൾ വെറുതെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിടുന്ന ഒരു അവസ്ഥ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ചോദിച്ചോ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. 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 അല്ലാഹുമ്മ إنك عفو تحب العفو فاعف عني. اللهم 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 إنك عفو تحب العفو فاعف عني. വിശുദ്ധമായ റമളാൻ അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമാണുള്ളത്. ഈ സമയത്ത് പടച്ചോനെ, ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞതാ നിന്റെ അടുക്കലേക്ക് വരുന്ന ഈ റമളാനിനെ ഞങ്ങൾക്ക് അനുകൂലമായ സാക്ഷിയാക്കണേ. അല്ലാഹുവേ, റമളാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങളെപ്പറ്റി ഒരു കുറ്റം പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവണം. ഈ 27-ാം രാവിൽ, ഈ പുണ്യമായ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കേണ്ട ഒരു ദുആയാണ് ഇനി പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹറൽ അളീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا
لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا റമദാനിൽ നമ്മൾ അധികമായി പ്രത്യേകിച്ച് റമദാനിന്റെ ഈ അവസാനത്തെ പത്തിലേക്ക് അധികമായി നമ്മൾ പറയേണ്ടത് സ്വർഗ്ഗപ്രവേശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീത്ത് നമ്മൾ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കാറുണ്ട്. ഏതാണത്? ഒരാള് സ്വർഗത്തെ ചോദിക്കുന്നു ഒരു ദിവസം 3 വട്ടം സ്വർഗത്തെ ചോദിക്കുന്നു, അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണേ അല്ലാ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ എന്നൊരാൾ ചോദിച്ചാൽ സ്വർഗം തന്നെ പറയുമെന്നാണ്, അല്ലാഹുവേ ആ പാവപ്പെട്ട സാധു എന്നെ ചോദിക്കുന്നുണ്ട്, അവനെ നീ എന്നിലേക്ക് കടത്തണേ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെപ്പറ്റി സ്വർഗം അള്ളാഹിനോട് പറയണം. അതുകൊണ്ട് സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെയാ സ്വർഗത്തെ ചോദിക്കുന്നത് എന്ന് പറഞ്ഞേ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന, റബ്ബേ ഞാൻ ഇതാ നിന്നോട് സ്വർഗത്തെ ചോദിക്കുകയാണ്, സ്വർഗത്തിന്റെ ഉന്നതമായ പദവികൾ ചോദിക്കുകയാണ്. ആ അർത്ഥം വരുന്ന പുണ്യമായ ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞോ, അല്ലാഹുവേ റിസുഖ്നി, നീ എനിക്ക് ഓശാരമായി തരണം. എന്ത് തരണം? അഅ്ലാ ദറജത്തുൽ ജന്ന, സ്വർഗത്തിൽ എനിക്ക് ഉന്നതമായ പദവി തരണം. സ്വർഗത്തിൽ ഒരുപാട് പദവിയുണ്ട്. സ്വർഗത്തിൽ ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, ജന്നത്തുൻ നഈം ഉണ്ട്, അങ്ങനെ ഒരുപാട് ദറജകളുണ്ട്, പദവികളുണ്ട്. അപ്പോൾ ആ ദറജകൾ, പദവികൾ ചോദിച്ചിട്ടുള്ള ദുആയാണ് നമ്മൾ ഇനി പറയുന്നത്. അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ ജന്ന, അല്ലാഹുമ്മ ർസുഖ്നി ദറജാത്തിൽ الجنة اللهم ارزقني درجات 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 الجنة اللهم ارزقني درجات
ദറജാതിൽ ജന്ന അല്ലാഹുമ്മ ർസുഖ്നി 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 ദറജാതിൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ 4000-ഓളം വരുന്ന സ്വലാത്തുകളാണ് മൊത്തത്തിൽ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 4000-ലധികം വരുന്ന സ്വലാത്ത്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തല്ല, അതല്ലാതെ ഒരുപാട് സ്വലാത്തുകളുണ്ട്. ആ ഓരോ സ്വലാത്തും ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ മുറാദ് എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു താല ആ മുറാദ്, ആ ആവശ്യം അള്ളാഹു നമുക്ക് നിറവേറ്റി തരുന്നതെന്നാണ്. അപ്പോൾ ഓരോ സ്വലാത്ത് പറയുമ്പോഴും ഓരോ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ഹലാലായ മുറാദുകൾ. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് നമ്മുടെ ഈ മൗലിദൊക്കെ സാധാരണ ഓതുന്ന ഒരു 2 ബൈത്തുണ്ട്, പക്ഷെ അത് ബൈത്തിനേക്കാൾ ഉപരിയായതൊരു സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറഞ്ഞാലോ? ഒന്ന് പറഞ്ഞേ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്
സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഈ വിശുദ്ധമായ റമളാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് വലിയ ഒരു കാവൽ കിട്ടേണ്ട മാസമാണ്. മാത്രമല്ല, ഈ റമളാൻ കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളിൽ നിന്നും ഒരു രക്ഷ കിട്ടണം, ഒരു സലാമത്ത് കിട്ടണം, ഒരു കാവൽ കിട്ടണം. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും കാവൽ കിട്ടാൻ വിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരുപാട് മരുന്നുകളുണ്ട്. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിൽ നമ്മൾ ഓതുന്ന ഒരു ആയത്തുണ്ട്. അത് എല്ലാവിധ ആപത്തുകളെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന പുണ്യമായ ഒരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, 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 സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഇൻഷാ അല്ലാഹ്, ഇനി നമ്മൾ പരിശുദ്ധമായ ഈ 27-ാം രാവിൽ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തൗബ ചെയ്യുക എന്നുള്ളത്. ആ തൗബയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ തൗബ ഏറ്റുപറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായി ഇത് നിങ്ങൾക്കറിയാമായിരിക്കാം,
അത് സ്വന്തമായി പറഞ്ഞ് ഒരുപാട് കണ്ട് ദ്വാരക്കുക. ഇപ്പോൾ നമ്മളിവിടെ ദ്വാരക്കുന്നുണ്ട്, അതല്ലാതെ നിങ്ങൾ പ്രത്യേകം സ്പെഷ്യലായി നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കാര്യം, ഭാര്യയുടെ കാര്യം, മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രത്യേകം ഒറ്റയ്ക്കിരുന്ന് ദ്വാരക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് ഈ ഒരു സദസ്സിൽ നമ്മൾ തൗബ പറയുകയാണ്. അല്ലാഹു തആല നമ്മുടെ തൗബയെ, നമ്മുടെ ദിക്റിനെ, നമ്മുടെ മറ്റ് തസ്ബീഹുകളെ എല്ലാം അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാ. അല്ലാഹു തആല നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അപ്പോൾ നല്ല വൃത്തിയുള്ള സ്ഥലം, പള്ളിയാണെങ്കിൽ പള്ളി, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, നമ്മൾ നിസ്കാരപ്പായിലോ മുസല്ലയിലോ ഒക്കെ ഇരുന്നിട്ട് ഖിബിലക്ക് അഭിമുഖമായിട്ട് ഇരിക്കുക, വുളുവോടുകൂടി ഇരിക്കുക, ഔറത്തുകൾ മറക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്, ഖേദിച്ച് മടങ്ങുകയാണ്. ആദ്യം തന്നെ പറയുക, എന്താ പറയേണ്ടത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 പ്രാവശ്യം അത് പറയുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ ആത്മാർത്ഥതയോടുകൂടി പറയണം. എന്നിട്ട് വീണ്ടും പറയുക. എന്ത്? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം അൽ ഖദീം അൽ കരീം അർ റഹീം. പിന്നെ വീണ്ടും അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ വഅതൂബു ഇലൈഹി മിനദ് ദംബില്ലദീ അഅലമു വമിനദ് ദംബില്ലദീ ലാ അഅലമു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അസ്തഗ്ഫിറുല്ലാഹ് അൻ ജമീഇ മാ കരിഹല്ലാഹു ഖൗലൻ വഫിഅലൻ വഅമലൻ വഖാതിറൻ وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ഇപ്പോൾ നമ്മൾ ഇത്രയും അറബിയാ പറഞ്ഞത്. ഇനി അതിൻ്റെ മലയാളം നമ്മൾ പറയും, നല്ലതുപോലെ പറയും. ഞങ്ങളുടെ തമ്പുരാനേ, ഞങ്ങളുടെ രക്ഷിതാവേ, അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറന്നും മനഃപൂർവവും ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ വൻദോഷങ്ങളും ഞങ്ങൾക്ക് നീ പൊറുത്ത് മാപ്പ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിൽ നീ പറഞ്ഞതുപോലെ അല്ലാഹുവേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഫുർഖാനിൽ അലീമാകുന്ന ഖുർആൻ കൽപ്പിച്ച പ്രകാരം ഖാസിലായ തൗബ ചെയ്ത് മടങ്ങുകയും ഇനിമേലാൽ യാതൊരു ദോഷവും യാതൊരു തിന്മയും യാതൊരു തെറ്റും ഞങ്ങൾ ചെയ്യുകയില്ല റഹ്മാനേ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അറബിയുടെ മലയാളമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി വീണ്ടും വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്താണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ
ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ അല്ലാഹുവേ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്തു പോയ പാപികളാകുന്നു അല്ലാഹ്. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ട് വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പൊറുത്ത് കൃപ ചെയ്ത് തന്നില്ല എങ്കിൽ അല്ലാഹുവേ, തീർച്ചയായും കഠിനമായ നരകശിക്ഷയിൽ ഞങ്ങൾ വീണുപോകും അല്ലാ. നിന്റെ കൃപ കൊണ്ടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും അല്ലാഹുവേ, ജഹന്നമെന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ അല്ലാ. അത് വല്ലാത്തൊരു തൗബയാണ്. മനസ്സിൽ കൈവച്ച് ഇങ്ങനെ നമ്മളിത് കേട്ടിങ്ങനെ പറയുമ്പോൾ അൽഹംദുലില്ലാ, നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരും. വീണ്ടും നമ്മൾ പറയണം വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത്. ഏതാണ് ആ ആയത്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അന്തൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ തൗബയെ ഖബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ ശത്രുവായ ശൈത്വാൻ ഇബ്ലീസിനെ കൊള്ളേ അല്ലാഹുവേ, ഞങ്ങളെ നീ തട്ടിമാറ്റണേ അല്ലാ. നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി തരണേ അല്ലാ. ഇപ്പോ ഖുർആനിലെ 2 ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ദിക്ർ കൂടി പറഞ്ഞാണ് തൗബ അവസാനിപ്പിക്കുന്നത്. ഒന്നിച്ച് പറഞ്ഞേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ നീ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അടക്കം ചെയ്ത് ആ ഖബറിൽ നിന്നും രണ്ടാമത് ഹയാത്ത് നൽകി ആഖിറത്തിലേക്ക് മഹ്ശറയിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുവരുമ്പോ ഞങ്ങളുടെ നന്മയും തിന്മയും എഴുതിയ കിതാബ് ഞങ്ങളുടെ വലത് കയ്യിൽ നീ വെച്ച് തരേണമേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. നീ ഏകനാകുന്നു, നിനക്കൊരു പങ്കുകാരുമില്ല. മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റസൂലാണ്, നിന്റെ അടിമയാണ്. ഈ പറഞ്ഞ കാര്യത്തിന്റെ മേൽ റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ ആ മരണത്തിന് ശേഷവും നിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ വിശ്വാസമായിട്ടായിരിക്കും വരിക. അല്ലാഹുവേ, മുസ്ലിമായി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാ എന്നാണ് ഇപ്പൊ പറഞ്ഞതിന്റെ മൊത്തത്തിലെ ഏകദേശ അർത്ഥം. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി അസ്തഗ്ഫിറുല്ലാഹ് 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 ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ഇത് ഒറ്റ പ്രാവശ്യമല്ല, ഇതിങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇത് 2-3 പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുക. അല്ലാഹു തആല ഈ തൗബ ചെയ്ത് നമ്മുടെ പാപങ്ങൾ പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഒരു വിചാരണയുമില്ലാതെ കടക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാൻ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ തൗബ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അള്ളാഹിനോട് പറഞ്ഞു ദ്വാരക്ക. എങ്ങനെയാ? ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മൾ ചെറുതായിട്ടൊരു ദ്വാരക്കയാണ്. പിന്നെ നിങ്ങൾ ഈ ദ്വാക്ക് ആമീൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങൾ സ്വന്തമായിട്ടും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാനിൽ അതിശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റമളാനിന്റെ 27-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. റബ്ബേ അല്ലാഹുവേ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ. അല്ലാഹ് റഹ്മാനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തവരാണ്. കണ്ണുകൊണ്ട് ഹറാമ് കണ്ടു അല്ലാഹ്, കാതുകൾ കൊണ്ട് കേട്ടു, നാവുകൾ കൊണ്ട് പറഞ്ഞു, ഹൃദയം കൊണ്ട് ചിന്തിച്ചു, കൈകൾ കൊണ്ട് പിടിച്ചു, കാലുകൾ കൊണ്ട് നടന്നുപോയി. റബ്ബേ, എല്ലാ തരത്തിലുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ഒറ്റക്കും കൂട്ടായും ആദ്യം ചെയ്തതും അവസാനം ചെയ്തതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് ഈ റമളാനിന്റെ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും, ഞങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, സഹോദരന്മാർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ആരെല്ലാം എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എല്ലാവരുടെയും തെറ്റുകൾ നീ വിട്ടുപുറത്ത് മാപ്പ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെന്നും മരണപ്പെട്ടു എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും ഖബർ നീ വിശാലമാക്കി കൊടുക്കുകയും ചെയ്യണേ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളോട് ഒരുപാട് പേര് റമളാനിൽ മാത്രമല്ല മറ്റു മാസങ്ങളിലൊക്കെ ഞങ്ങൾ പറയുന്ന ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് പേര് കമന്റ് എഴുതുന്നുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞ്, ഒരുപാട് പ്രതിസന്ധികൾ പറഞ്ഞ്, രോഗങ്ങളുടെ കാര്യം പറഞ്ഞ്. റബ്ബേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാമാണ് വിഷമത്തിലുള്ളത്, സങ്കടത്തിലുള്ളത് നിനക്കറിയാം. എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും നീ മാറ്റി സമാധാനം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. ഈ 27-ാം രാവിലെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ പരിപൂർണമായി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഇത്രയും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അവസാനം ഇതൊന്നും സ്വീകരിക്കാതെ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന ഒരവസ്ഥ, അതിനെ തൊട്ടെല്ലാം നീ കാക്കണേ അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും തരണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരണേ അല്ലാഹ്. ഈ റമളാൻ അനുകൂലമാക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 اللهم صل على محمد يا رب صل عليه وسلم.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ارحم والدينا كما ربونا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. അർഹമുറാഹിമീനായ രാജാതിരാജനായ റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിശുദ്ധമായ റമളാനിന്റെ 27-ാം രാവിലാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 10,000-കണക്കിന് ഉമ്മമാരും ഉപ്പമാരും അല്ലാഹുവേ ആമീൻ പറയുന്ന സദസ്സാണ്, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 27-ാം രാവെന്ന് പറഞ്ഞാൽ ലോക മുഅ്മിനീങ്ങൾ നിന്റെ അടുക്കലേക്ക് ഇസ്തിഗ്ഫാർ പറയുന്ന, തൗബ ചെയ്യുന്ന, സ്വർഗപ്രവേശനം ചോദിക്കുന്ന, നരകമോചനം ചോദിക്കുന്ന രാവാണ്. ഞങ്ങളും അതാ ചോദിക്കുകയാണ്, റബ്ബേ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം തരണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ. അല്ലാഹുവേ നിന്റെ കോപത്തിന് ഇരയായ ആളുകളിൽ പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ചെയ്തിട്ടുള്ള തൗബ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളൊക്കെ മനുഷ്യരാണ്, ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്, തെറ്റുകൾ ചെയ്തവരാണ്. ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു, ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തൗബ നീ സ്വീകരിച്ച് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. എല്ലാം ഞങ്ങൾ തവക്കുലാക്കുകയാണ്, എല്ലാം ഞങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവേ നിന്നിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, നിന്നെ തവക്കുലാക്കി ഞങ്ങൾ ദുആ ചെയ്യുന്നു. നീ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാമെന്ന് ഏറ്റതാണല്ലോ. അല്ലാഹുവേ ഞങ്ങളുടെ തൗബ സ്വീകരിച്ച് ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഇനി ഞങ്ങൾ പാപങ്ങൾ ചെയ്യില്ല അല്ലാ. അല്ലാഹുവേ പറ്റിപ്പോയതാണ് റബ്ബേ, എല്ലാം നീ വിട്ടുപുറത്തു മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ
കാരുണ്യം കിട്ടിയ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, അവസാനം ഈ റമളാനിന്റെ അടുക്കിലേക്ക് വന്നിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. കരുണയുള്ള റബ്ബേ, റഹ്മാനായ അല്ലാ, ഗഫാറായ അല്ലാ, സത്താറായ അല്ലാ, ഗഫൂറായ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ തൗബ സ്വീകരിച്ച് ഞങ്ങളുടെ എല്ലാ തെറ്റുകളും പൊരുത്തം നൽകി അല്ലാഹുവേ, ഇനിയുള്ള കാലം നിനക്കും നിന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം പ്രദാനിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾ ഇന്നത്തെ രാത്രി ചെയ്യുന്ന അതുപോലെ നാളെ പകൽ അല്ലാഹുവേ 27-ാം രാവിലും 27-ാമത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങളിലും ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളെ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ട് അല്ലാഹുവേ, അതെല്ലാം പരിഹരിച്ച് നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ തസ്ബീഹ് നിസ്കാരത്തെ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദിക്ർ ഔറാദുകളെ കബൂലാക്കണേ അല്ലാ. റമളാൻ, വിശുദ്ധ റമളാൻ, ആ റമളാനിന്റെ 1-ാമത്തെ ദിനം മുതൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ കാണുന്ന, പ്രത്യേകിച്ച് അല്ലാഹുവേ ഈ ദിക്റിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടി ദുആരക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുമുണ്ട്. അവരെ നീ വെറുതെയാക്കല്ലേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുള്ള മജ്‌ലിസാണ് റബ്ബേ. അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ചവരാണ്, ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണ്. ഇനി നീ അവരെ വേദനിപ്പിക്കല്ലേ അല്ലാ. ആ ഉമ്മമാരെ നീ കഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ഉപ്പമാര് മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാ. 27-ാം രാവിന്റെ പുണ്യം അല്ലാ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവൻ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന് പകരം ഞങ്ങളുടെ ദുആഇനെ നീ തട്ടിക്കളയല്ലേ അല്ലാ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണല്ലോ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആഇനെ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ പലരും ഖബറിലാണ്. അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാദികൾ പലരും ഖബറിലാണ്. സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഖബറിലാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ ഈ റമളാനിൽ തന്നെ മരണപ്പെട്ടു പോയി ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, നരകം കണ്ണുകൊണ്ട് പോലും കാണുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. പരിശുദ്ധമായ പരിപാവനമായ ഈ റമളാനിന്റെ അവസാനത്തെ 10 നരകമോചനം കിട്ടുന്ന 10ആണല്ലോ. ഞങ്ങൾ എല്ലാവരെയും നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ ഹിസാബിനെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, സന്തോഷത്തോടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ ഈ സദസ്സ് കാരണമാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. എല്ലാം നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ. ഖൈർ തരണേ അല്ലാ. ബറക്കത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഒരുപാട് സഹോദരിമാര്, ഒരുപാട് സഹോദരങ്ങള് ഉസ്താദെ പേരെടുത്തു പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണേ എന്ന് അറിയിച്ചവരാണ്. അല്ലാഹുവേ, പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം വിഷമ പ്രയാസങ്ങൾ പറഞ്ഞു ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്ന ഞങ്ങളുടെ പാവപ്പെട്ട സഹോദരന്മാർ, പ്രവാസികളായ മുഅ്മിനീങ്ങൾ, പ്രവാസികളായ സഹോദരിമാർ, സഹോദരങ്ങൾ, അവർക്ക് നീ ശാന്തി കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ഈ റമളാനിന്റെ വലിയ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ കൊടുക്കണേ അല്ലാ. ലോകത്ത് നീ സമാധാനം നിലനിർത്തണേ അല്ലാ. രാജ്യങ്ങൾ തമ്മിൽ വലിയ പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ്, യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിന്റെ വലിയ ഭീതി ഞങ്ങൾക്കും വന്നിരിക്കുകയാണ്. അല്ലാഹുവേ, നിത്യ ഉപയോഗ സാധനങ്ങൾക്ക് വില കൂടുകയാണ്. പാചകവാതകം കിട്ടാനില്ല. നിന്റെ പരീക്ഷണമാണെന്നറിയാം റബ്ബേ. ഈ പരീക്ഷണത്തിന് നീ അറുതി തരണേ അല്ലാ. ഈ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ രാജ്യത്തും അല്ലാഹുവേ, പടച്ചവനെ, ലോകത്ത് മുഴുവനും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ അല്ലാ. മുസ്ലിം ഉമ്മത്തിന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ഗൾഫിലുള്ള ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാവർക്കും നീ സ്വാന്തനം കൊടുക്കണേ അല്ലാ. ആശ്വാസത്തിന്റെ വാക്കുകൾ, ആശ്വാസത്തിന്റെ വാർത്തകൾ അവർക്ക് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന സുന്ദരമായ രാവുകളാണ്. ഞങ്ങളുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും, ലോക മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും നീ സമാധാനവും ശാന്തിയും
കൊടുക്കണേ അല്ലാ. ഈ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികൾ മാറ്റി തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന, വീഡിയോകൾക്ക് താഴെ കമന്റ് എഴുതുന്ന, ഈ വീഡിയോകൾ കണ്ടിട്ട് ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും അവരെ നീ കൈവെടിയല്ലേ അല്ലാ. സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാ. ഞങ്ങളിൽ പലരും കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവരാണ്. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അല്ലാഹുവേ എളുപ്പമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഒരുപാട് പേര് രോഗികളാണ്. രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. പരീക്ഷ എഴുതുകയാണ് റബ്ബേ, പരീക്ഷ കഴിഞ്ഞു അല്ലാ. അല്ലാഹുവേ ഇനിയും പരീക്ഷകൾ വരാനിരിക്കുന്നു. ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. മക്കളെ കൊണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങൾ കൂടുന്ന കാലമാണ്. അല്ലാഹുവേ ലഹരിയുടെ വിളയാട്ടമാണ് റബ്ബേ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ലഹരിയുള്ള, അതുപോലെ ലഹരി പോലോത്ത മറ്റ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ തൊട്ട് കാത്ത് രക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ വിശുദ്ധമായ റമളാനിൽ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നോ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ റമളാൻ അനുകൂലമാക്കണേ അല്ലാ. ഇനിയും ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനും അതിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദുആയിനെ അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്കെല്ലാവർക്കും ഈ മജ്ലിസിൽ പങ്കെടുത്തതിന് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ എന്നാലും സംശയം തീരാത്ത ഒരു സബ്ജക്റ്റാണ് തസ്ബീഹ് നമസ്കാരം. കാരണം വർഷത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം, പ്രത്യേകിച്ച് 27-ാം രാവിലെ മാത്രം നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമായി നമ്മൾ മാറ്റി. എന്തിനെ? തസ്ബീഹ് നമസ്കാരത്തെ. പക്ഷെ അങ്ങനെയല്ല, എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റിയാൽ ഖൈറാൻ. അപ്പോൾ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണം, അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, അതിൻ്റെ നിയ്യത്ത്, അതിൻ്റെ സൂറത്ത്, അതിൻ്റെ ഏത് ദിക്റാണ് പറയേണ്ടത്, എത്ര പ്രാവശ്യം വെച്ചാണ് ദിക്ർ പറയേണ്ടത്, അതുപോലെ തസ്ബീഹ് നമസ്കാരത്തിൻ്റെ ഇടയിൽ വുളു മുറിഞ്ഞാൽ വുളു എടുക്കാതെ നിസ്കാരം പൂർത്തിയാക്കാമോ, തുടങ്ങി ഒരുപാട് സംശയങ്ങൾ. പുരുഷന്മാർക്ക് മാത്രമുള്ള നിസ്കാരമല്ലേ, സ്ത്രീകൾ ഇത് നിസ്കരിക്കേണ്ടതുണ്ടോ തസ്ബീഹ് നമസ്കാരം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി വിശദമായി പറഞ്ഞ ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങൾ മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കുക. തസ്ബീഹ് നമസ്കാരം ഇനി ഒരു സംശയവും വേണ്ട, ഈ വീഡിയോ കണ്ടു നോക്കൂ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ.